ബ്രോ കുഞ്ഞുനാൾ തൊട്ടേ കേൾക്കുന്ന ഒരു സാധനമാണ് ക്രഷ് ക്രഷ് ക്രഷ്. ഇന്നും നമ്മുടെ യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ക്രഷ്. അപ്പോൾ ബ്രോയ്ക്ക് ക്രഷ് ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ സാധനം, എന്താണ് പറയാനുള്ളത്? ക്രഷ് എന്ന് വെച്ചാൽ പണ്ട് കാറിൻ്റെ അടി പോയപ്പോൾ ഒന്ന് ക്രഷായി. ക്രാഷ് ക്രഷ് ക്രഷ് അല്ലെ, ക്രഷ് എന്ന് പറഞ്ഞാൽ ക്രഷ് ആൻഡ് ലവ് രണ്ടും രണ്ട് സംഭവങ്ങളാണ് അല്ലേ. ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡീപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ഇൻറ്റൻസ് ആയിട്ട് പെട്ടെന്ന് വരുന്ന, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പോകാവുന്ന ഒരാളിനോട് തോന്നുന്ന ആ ഒരു പ്രഥമ ദൃഷ്ടിയാലുള്ള പ്രേമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രഥമ ദൃഷ്ടിയ വൺ വേ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്രഷ് എന്ന് പറയുമ്പോൾ. ലവ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഡീപ്പിലേക്ക് പോകുമ്പോഴാണ് ലവ്. അതായത് ചിന്തകൾ ഇങ്ങനെ വരിക, അയാളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ, ഡോപ്പമീൻ ഇങ്ങനെ ഉറക്കം വരാതെ ചിന്തിക്കുക. അതെ. അപ്പോൾ എന്തായാലും ക്രഷ് എന്ന് പറയുമ്പം നമുക്ക് ക്രഷ് തോന്നുന്ന പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും ക്രഷ് തോന്നാറുണ്ട് അല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രഷ് തോന്നാറുണ്ട്, കോളേജ് പഠിക്കുമ്പോൾ ക്രഷ് തോന്നാറുണ്ട്, ഇന്ന് രാവിലെയും ക്രഷ് തോന്നി എന്നൊക്കെ പറയാം അല്ലേ. ഞാൻ പറയാണ്, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ക്രഷ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വന്നും പോയിരിക്കും. പക്ഷെ ക്രഷ് എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ഒരാളിനോടൊരു ഇഷ്ടം തോന്നി അയാളുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കി വരുമ്പോഴാണ് ക്രഷ് പോകുന്നത് അല്ലേ. അതായത് നമ്മൾ ഒന്നി ലവിൻ്റെ ഒരു ഫേസിലോട്ട് പോകും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നും നടക്കില്ല എന്ന് ഉറപ്പായി കഴിയുമ്പോൾ ആ ക്രഷൊക്കെ അങ്ങ് പോകും. എനിക്കും ഈ ക്രഷ് പറഞ്ഞപ്പോൾ ഫീൽ ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, പൊതുവേ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു പെണ്ണുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരുടെ താണ് ഈ ക്രഷ് പ്രധാനമായി വരുന്നത്. കാരണം എന്തായാലും ഇത് കിട്ടൂല എന്ന് ഉറപ്പിക്കുന്നതല്ല, കിട്ടാത്തവർക്കൊരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടല്ലോ. അതായിട്ടാണ് എനിക്ക് എപ്പോഴും ഈ ക്രഷിൻ്റെ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രോ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ടൈമിൽ ക്രഷ് ഉണ്ടായിരുന്നോ, അതോ കോളേജ് കാലം തൊട്ടാണോ ക്രഷ് തുടങ്ങി, എവിടെ തൊട്ടാണ്? ഇല്ല, സത്യം പറഞ്ഞാൽ സ്കൂളിൽ കാലഘട്ടം മുതലേ ചെറിയ ഇതൊക്കെ ഉണ്ടാവും, ഗ്യാരണ്ടീഡ് ആയിട്ടുണ്ട്. പക്ഷെ അത്ര ഓർമ്മയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് 9-10ാം ക്ലാസ്സിലൊക്കെ 101% ക്രഷ് ഉള്ള പെണ്ണുങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോപ്പുലർ ആയിട്ടുള്ള പെണ്ണുങ്ങളായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും നല്ല മിടുക്കി, അല്ലെ ക്ലാസ്സിലെ പാട്ട് പാടാൻ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള, ഗ്യാരണ്ടി നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള പെണ്ണുങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. സിനിമാടിമാരോട് ക്രഷ് വരാറുണ്ട് പിന്നീട് അല്ലേ, സിനിമാടിമാരോട് ക്രഷ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് വന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്രഷ് തോന്നിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് എത്തിപ്പെടാൻ പിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കുന്നില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കാലഘട്ടം. പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തിരി ഒരു യങ്സ്റ്റർ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തെല്ലാം അവസരം. അതായത് നമ്മുടെ കാലത്ത് ഈ ദൂരെ നിന്നുള്ള നോട്ടങ്ങളും അല്ലെങ്കിൽ ഒരു വാട്സപ്പും ഈ പറഞ്ഞ മെസ്സഞ്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നിന്ന് കാണാനും, ഈ പറഞ്ഞ പോലെയുള്ള ഒരു കോവിലിൽ ഇപ്പോൾ ഒരു ഹിന്ദു കുട്ടിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹിന്ദു കുട്ടി എന്നുള്ളതിൻ്റെ ഒരു എലമെൻ്റ് ആയിരിക്കാം. പ്ലസ് ഈ പറഞ്ഞ പോലുള്ള സൗന്ദര്യം കാണുമ്പോൾ തന്നെ ഉള്ള അട്രാക്ഷൻ. അപ്പം നമുക്ക് എന്തായാലും അത് കിട്ടില്ല എന്ന് മനസ്സിലല്ല. അത് ഞാനും ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഈ പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാർ പലരും പറയാറുണ്ട്, മുസ്ലിം പെൺപിള്ളേർ നല്ല ഭംഗിയുള്ള പെൺപിള്ളേരൊക്കെ അല്ലേ, തട്ടമൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നത്, എന്ത് രസമാണ് മുസ്ലിം പെണ്ണുങ്ങളെ കാണാൻ. പക്ഷെ എനിക്കൊന്നും നമുക്ക് എപ്പോഴും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരോട് അല്ലെങ്കിൽ ആ ഒരു ഇതിനോട് അട്രാക്ഷൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പം പൊതുവേ നമുക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലേ ലൈഫ് എന്ന് പറയുമ്പോൾ, പൊതുവേ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മടുപ്പ് പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ പെണ്ണുങ്ങളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു പെണ്ണുങ്ങളോടോ ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രഷ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. അല്ല, ബ്രോ പറയുമ്പോൾ എനിക്ക് അത് യോജിക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരു പാകിസ്ഥാനി കുട്ടിയെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഭയങ്കര ഒരു മുസ്ലിം കുട്ടിയാണ്. അപ്പം നമ്മൾ ക്രിസ്ത്യൻ ആയതുകൊണ്ടാവാം നമുക്ക് അങ്ങനെയുള്ള, കാരണം ഇവരുടെ എനിക്ക് തോന്നുന്നത് ഇത് പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു, എനിക്ക് തോന്നുന്നു ഇവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അട്രാക്ഷൻ ഇതൊക്കെ ആയിരിക്കാം. സൗന്ദര്യം ആദ്യത്തെ ഒരു അട്രാക്ഷൻ, അത് കഴിയുമ്പോൾ ഇവർ വ്യത്യസ്തരാണ് നമ്മളിൽ നിന്നും എന്നുള്ളതും കൂടെ ഉള്ളതിൻ്റെ ഒരു അട്രാക്ഷൻ, അവരെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം, ഇതൊക്കെ ആയിരിക്കാം ഒരു അല്ലേ നമുക്ക് അവരോട് അടുക്കാനുള്ള ഒരു ആഗ്രഹം വരുന്നതെന്ന് തോന്നുന്നു. അതെ, അത് തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നത് ഒരാളെ കാണുമ്പോൾ പലപ്പോഴും ക്രഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു ഇൻറ്റൻസ് ഫീലിംഗ് ആണ്. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്നായിരിക്കും ഒരാളെ നമ്മൾ കാണുന്നു, അപ്പോൾ അയാളുടെ ആ ഒരു പ്രഥമ ദൃഷ്ടിയാലുള്ള ഒരു ചലനങ്ങൾ, മുടി, കണ്ണ്, അല്ലെങ്കിൽ എന്ത് വേണേലും അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് നമ്മൾ ഒരു ക്രഷ് എന്ന് പറയുന്നൊരു സംഗതി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ചിലപ്പോൾ നമ്മൾ അവരുമായിട്ട് അടുത്ത് കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം ഇവരുടെ ഈ സ്വഭാവം മനസ്സിലാക്കുമ്പോഴത്തേന്
ചിലപ്പോൾ നമുക്ക് പറ്റിയ ഒരാളെ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും. തീർച്ചയായിട്ടും സംഭവിക്കാം. ആ ഒരു ക്രഷ് അവിടെ ഇതാവും. പിന്നീട് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം ഈ ആളിനോട് സംസാരിച്ചാൽ, ഈ ക്രഷ് തോന്നിയ ആളോട് ചിലപ്പം അവരുടെ സ്വഭാവം വരുമ്പോൾ അതിലും ചിലപ്പോൾ നല്ലതായിരിക്കാം. അങ്ങനെ ഒരു ഇന്റൻസിഫൈ ചെയ്യും. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം പോർട്രേ ചെയ്യുന്ന സ്വഭാവം ഒന്നും അല്ലല്ലോ പിന്നീട് വരുന്നത്. 100%. അവിടെയാണ് പിന്നെ വരുമ്പോൾ ലവിനോടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അല്ല, ഞാൻ അത് പറയുമ്പോഴാണ് ആലോചിച്ചത്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാറില്ലേ പൊതുവേ. നമ്മളപ്പോൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ക്രഷ് അല്ലേ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ 100% ക്രഷ് തന്നെയാണ്. അത് മാത്രമാണ്. അപ്പോൾ ഈ ക്രഷ് മോഡിൽ നിന്നിട്ട് നേരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, അവർ തമ്മിൽ ഇഷ്ടമാവുകയാണെങ്കിൽ അതിന്റെ പേര് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നു. പിന്നെ എല്ലാം കോംപ്രമൈസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ആർക്കൊക്കെ വേണ്ടി ദാഹങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ഇതും അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ലൈഫായിരിക്കാം. തീർച്ചയായിട്ടും. അല്ല, അത് പറഞ്ഞപ്പോഴാണ്, മദാമ്മമാരോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? മദാമ്മമാരോട് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ബേസിക്കലി, പക്ഷെ അത് വളരെ കുറവാണ്. അത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു 10-25 വർഷമായിട്ട് ഇവിടെ, അല്ല 10-25 വർഷത്തോളം നാട്ടിലല്ലായിരുന്നു. അപ്പൊ ആ നാട്ടിൽ വളർന്നത് നമ്മളുടെ ബിൽഡ് ചെയ്ത ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ബിൽഡ് ചെയ്ത തോട്ട്സ് ആൻഡ് പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും നാട്ടിലാണ്. അപ്പൊ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് വളർന്ന ഒരു ആൾക്ക് തീർച്ചയായിട്ടും ക്രഷ് തോന്നുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളർന്ന നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ വളരുന്ന ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എപ്പോഴും നമ്മളുടെ ഒരു ഇച്ചിരി താഴെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ വളർന്നിട്ടുള്ളത്. ഗ്യാരണ്ടി. അപ്പം അത്രയേറെ പ്രോഗ്രസീവ് അല്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടം നമ്മളിവിടെ വരുമ്പോഴത്തേന് ഇവരെയൊക്കെ ഇങ്ങനെ ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് ഉള്ളിൽ. തീർച്ചയായിട്ടും ഒന്ന് അപ്രോച്ച് ചെയ്യാൻ തന്നെ ഒരു മടിയാണ്. മാത്രമല്ല ഇപ്പം എനിക്കായാലും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു നാണം ഇതൊക്കെയായിരുന്നു. ക്രഷ് എന്ന് പറയുന്ന സാധനം എന്തായിരുന്നിട്ട് പണ്ട് തോന്നുക. ക്രഷ് വന്നുള്ള പ്രധാന കാര്യം ഒന്ന് ഒരു പെൺകുട്ടി കാണിക്കുന്ന ഒരു നാണം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു ചര്യകൾ, അവളുടെ സംഭാഷണമായാലും അവരുടെ പ്രവൃത്തികളിൽ നിന്നുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് നമ്മളെ ഒബ്വിയസ്ലി ക്രഷ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം ഈ സാധനങ്ങളൊന്നും നമ്മൾ കണ്ടുപഴകാത്ത പുതിയ സാധനങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ കൾച്ചർ നമ്മുടെ കൾച്ചറുള്ള ആ ഒരു ഡിഫറൻസിൽ ഈ സാധനങ്ങളൊന്നും വരുന്നില്ല. ഈ എലമെന്റ്സുകളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ക്രഷ് തോന്നുക പാടാണ്. തീർച്ചയായിട്ടും. ഇല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന സമയം തൊട്ടുള്ള ഒരു സമയം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാച്ചിലർ ആയിരുന്ന സമയത്ത് പല കൺട്രിയിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഭാര്യ അപ്പുറത്തിരിക്കും അല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അട്രാക്ഷൻ വേറെ ഒന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു സൗന്ദര്യം, ആ ഒരു എലമെന്റ്. അത് നാട്ടിലുള്ള ക്രഷുകൾ അങ്ങനെയാണ്, ആദ്യം സൗന്ദര്യത്തിൽ അട്രാക്റ്റ് ആവുന്നതും, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആ ഒരു സാധനമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു വേറൊരു കൾച്ചർ, വേറൊരു ആൾക്കാർ, അപ്പോൾ അതൊന്നും അറിയാനുള്ള ഒരു ആഗ്രഹം കൂടെ ചേർന്നുള്ള ഒരു ക്രഷ് എലമെന്റ് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പല ക്രൈറ്റീരിയാസ് ഉള്ള സാധനമാണ് ഈ ക്രഷ് എന്ന് പറഞ്ഞാൽ. ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു എലമെന്റ് ആണല്ലോ ഒരു ഇൻഫാക്ച്വേഷൻ. എന്തിനാണ് തോന്നുന്നതെന്നുള്ള ബേസ്ഡ് ആയിരിക്കും അല്ലേ ഓരോരുത്തർക്കും നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്തുള്ള ഒരു ഐഡിയൽ പെണ്ണപ്പോൾ ആരായിരിക്കും ബ്രോയുടെ ഒരു ക്രഷ്? ഐഡിയൽ പെണ്ണ് അല്ല, ഐഡിയൽ പെണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഏത് പുരുഷനും ഐഡിയൽ പെണ്ണ് ആരാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല. ഇല്ല, കാരണം എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കുള്ള മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരേ മൈൻഡുമായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കണം. തീർച്ചയായിട്ടും. ഇപ്പം ഐഡിയൽ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഐഡിയൽ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയി അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഇമോഷണലി മെന്റലി എല്ലാം മറ്റുള്ളവരെ റിലൈ ചെയ്യാത്ത സ്ഥിര പെണ്ണുങ്ങളുണ്ട്. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അവർക്ക് ചിലപ്പോൾ ഒരു കലാപരമായ കഴിവുണ്ടാവും, അവർക്കൊരു അവരുടേതായ ഫീൽഡിൽ അവർക്കൊരു കഴിവുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന ചില പെണ്ണുങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ളവരായിരിക്കാം മേ ബി എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ, കുറെ വർഷങ്ങളായിട്ടുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. അത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാത്തിലും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, ഗ്യാരണ്ടീഡ് ആയിട്ടും ഉണ്ട്. ഇല്ലേ? ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ലാതെ ഒരു കാര്യം ചുമ്മാ പറയുന്നതാണ്, ബാക്കിയെല്ലാം ചുമ്മാ പറയുന്നത്. ഫിസിക്കൽ അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെ, ബാക്കിയുള്ള ടിക്കുകൾ വരത്തില്ല. ബാക്കിയുള്ള ടിക്കുകൾ ചെയ്യണം, ആദ്യത്തെ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടിക്ക് ചെയ്യണം. അല്ല, ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് കണക്ഷൻ ഉണ്ടാവാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുവേ നമ്മളൊരു ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മൾ ആ പേഴ്സണാലിറ്റിയിലോട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കാം പിന്നീട്. പക്ഷേ ഇനിഷ്യലി ഈ പറഞ്ഞ പോലെ പറയുന്ന പോലെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ലാതെ അങ്ങനെ ഇനിഷ്യലി ഇപ്പൊ ഫിസിക്കൽ തിരിച്ചു ആവാം. ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഒരാളിനോട്
ഒരാളിനോട് ഒരു സ്നേഹം, ഒരാളിനെ കാണുമ്പോൾ തോന്നും ഇയാൾ കൊള്ളാം, സൂപ്പറാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഇവർ പോർട്രേ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ചില ആൾക്കാരുണ്ട് ഈ പൊതുവേ പുറമേ ഒരു സ്വഭാവം കാണിക്കുകയും അവരുടെ ആ ഒരു 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയുന്ന പോലെ പുറമേ ഒരു സ്വഭാവം കാണിക്കും, ഉള്ളിൽ വരുമ്പോൾ അവർ വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. തീർച്ചയായും. അപ്പൊ ഈ 2 പേഴ്സണാലിറ്റിയും തമ്മിൽ ഉള്ളൊരു ക്ലാഷ് വരുവേ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് തിരിച്ചുണ്ടാവും. ഉണ്ടാവും. നമ്മളെ അവര് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. നമുക്ക് ക്രഷ് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് തിരിച്ചു തോന്നണമെങ്കിൽ എന്തെങ്കിലും നമ്മളിലും ഉണ്ടാവണമല്ലോ. 100%. ഇവിടെ ഒരു കുഴപ്പം പലപ്പോഴും നമ്മളെ മിററിലേക്ക് നോക്കുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഷ്ടപ്പെടാൻ പോകുന്നതും ഇതിലേക്ക് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളിനെ അവർ വിലയിരുത്തുന്നത് പ്രശ്നം അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെയോ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയോ അല്ലെങ്കിൽ ഒരു മീഡിയ പ്രൊഫൈലിലൂടെയോ ഒക്കെയാണ്. അപ്പോൾ അവിടെ പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, തീർച്ചയായിട്ടും ഇവരാരും തന്നെ അവരുടെ ഒരു റിയൽ സ്വഭാവമല്ല അവിടെ വരുന്നത്, അവിടെ ഒരു അഭിനയം തന്നെയാണ്. അപ്പോൾ ഈ അഭിനയത്തിൽ കണ്ട ഒരാളിനെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലൈഫ് ഫാന്റസിയിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് ലൈഫ് വരുമ്പോൾ ഉള്ളൊരു പണിയുണ്ട്. പണ്ട് നമ്മൾ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ അകലെ നിന്ന് കണ്ട് ഇങ്ങനെ വല്ലപ്പോഴും കണ്ട് ഇന്നൊരാളിനെ അടുത്ത് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും ആ ഒരു എനർജിയും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ ഇത്രയും ഫാന്റസി ലോകത്ത് നിന്ന് ഒരാളെ തൻ്റെ ഒറിജിനൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള മെന്റലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതെ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ അരികെ പോലുള്ള പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ ഡേറ്റിംഗ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ആപ്സ് അതൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി അതാണ് ഗോയിങ് ഫോർവേഡ്. അതേ നടക്കൂ. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റാഗ്രാം ഇമേജ് ആയിരിക്കും എനിക്കും ഉള്ളത്, ആ കുട്ടിക്കും ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമ്മൾ റിയലി നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സംഭാഷണങ്ങളിലും നമ്മുടെ ഇൻട്രസ്റ്റുകളിലും എല്ലാം കണക്ഷൻ ഉണ്ടെങ്കിലാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റാൻഡമായിട്ടുള്ള ആരുടെയെങ്കിലും പോയി പെടുന്നു, നമ്മൾ മനസ്സിൽ കണ്ട ഒരു വിഷ്വൽ വേറെ സംഭവിക്കുന്ന വേറെ എന്നുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ബ്രോയുടെ അഭിപ്രായത്തിൽ ഒരു ഐഡിയൽ പെൺകുട്ടി ആരാണ്? ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ അവിടെ മിണ്ടായിരിക്കാം, മറ്റേ വിഷയം മാറ്റി വിടുകയാണ്, പള്ളി പറഞ്ഞാൽ മതി. അല്ലല്ല, എനിക്കും ബ്രോ പറഞ്ഞ പോലത്തെ സിമിലർ. അതായത് നമ്മൾ ഓരോ ഏജിൽ എനിക്ക് വേണം നമ്മൾ മാറും. ബ്രോ പറയുന്നത് കറക്റ്റാണ്. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഒരു തോട്ട് പ്രോസസ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്കൊരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റണം. ആ ഒരാൾ, അതായത് ഒരു റാൻഡം കോൺവെർസേഷൻ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചൊരു ലേശമെങ്കിലും ഒരു ഗ്രാഹ്യമുള്ള, ഇപ്പോൾ നമ്മുടെ മറ്റേ 1983 മറ്റേ നിവിൻ പോളി പറയണ പോലെ മറ്റേ ഫോട്ടോ സച്ചിൻ ടെണ്ടുൽക്കർ നോക്കിയേ ഇതാരാന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന ഒരു ഗതിയുടെ ആ ഒരു അവസ്ഥയിലോട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു പെണ്ണാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാകണം. ഒന്നിനും വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, ബട്ട് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ ഐ തിങ്ക് അവരോട് ഒരല്പം ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ. എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാന കാര്യം ഇന്നത്തെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പം അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ മെന്റലി ആയിട്ട് ദേ ആർ ഓക്കെ, ഞാൻ ഇതാണ്, എന്നിൽ ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എനിക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതെ, അതായത് വ്യക്തമായ ഒപ്പീനിയൻ ഉള്ളവർ. അതായത് എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ എങ്ങനെയാണ്. പിന്നെ ഇതിലൂടെയാണല്ലോ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടത്. തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല ഇന്ന് ഒരു പ്രശ്നം വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരുണ്ടെങ്കിലും ഇത് വളരെയധികം എനിക്കൊന്ന് ശക്തമായ ഇൻഫ്ലുവൻസ് മൂലം ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുത്ത ആൾക്കാരുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ മേക്കിംഗ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ആണ് പലപ്പോഴും ഈ പറയുന്ന ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപേ നമുക്കൊന്ന് തോന്നുമെങ്കിലും പിന്നീട് ലൈഫിലേക്ക് വരുമ്പോഴത്തേന് ഇത് പണിയാണോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അല്ല, അതാണ് അതിപ്പോൾ പറയുമ്പോഴാണ് ബ്രോ, അത് മറ്റേ സദ്ഗുരുവിൻ്റെ ഒക്കെ ഞാൻ കേൾക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ എനിക്കിഷ്ടമാണ്. ഭയങ്കര സംഭവം എന്നല്ല, എനിക്കിഷ്ടമാണ് അയാളുടെ ചില സാധനങ്ങൾ. പുള്ളി അയാൾ പറഞ്ഞൊരു സാധനം, ഈവൻ ഈ എഡ്യൂക്കേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി മെമ്മറി ഗെയിം. അതാണ് അതിൽ സംഭവം. ഇപ്പോൾ ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളെ റീസെൻ്റ്ലി ഉള്ള ഇന്നത്തെ തലമുറയിലായിക്കോട്ടെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്നിപ്പോൾ പല റിസോഴ്സ് വഴിയെ ഇങ്ങനെയാണ് ലൈഫ്, ഇതാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ പൊട്രേ ചെയ്യുന്ന ഒരു ഇമേജും അതാണ്. കാരണം അവരത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നു. പക്ഷേ ആക്ച്വലി നമ്മളെ ബ്രേക്ക് ഇൻ ചെയ്ത് നമ്മൾ സംസാരിച്ച് വരുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ല, ഇവർ ചുമ്മാ എന്തൊക്കെയോ പറയാണ്. കാരണം ഒരുപാട് ഇൻഫ്ലുവൻസ് വഴി ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി അവരെ കൊണ്ടൊന്നും പറ്റുന്ന പോലും ഇല്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ കിടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഇല്ല, ഇതിൽ ഏറ്റവും പ്രധാന കാര്യം അവനവൻ്റെ ലൈഫിൽ വളരെ ആ ചെറിയൊരു ലൈഫിൽ ആ ചെറിയ മോഹങ്ങളും ചെറിയ പ്രതീക്ഷകളുമായിട്ട് പോകുന്ന ആൾക്കാർ സക്സസ്ഫുൾ ആവും. അതാണ് അതിൻ്റെ സത്യം. കാരണം ഈ പറയുന്ന വലിയൊരു ഫാന്റസി ലോകത്തിലേക്ക് ഇതെല്ലാം സ്വന്തമാക്കണം, ഇതെല്ലാം എനിക്ക് നേടണം, അക്കൂട്ടത്തിൽ അടിയും വെടിയും വഴക്കും അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ഡ്രഗ്, ആൽക്കഹോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും
ഒരിക്കലും ഈ ഒരു കറക്റ്റ് ഒരു ഇതിലേക്ക് പോകാൻ പറ്റാത്തതും കടിച്ചു തൂങ്ങിയൊക്കെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നല്ലേ. അപ്പൊ എനിവേ അപ്പൊ എന്തായാലും നിങ്ങൾ ടീച്ചേഴ്സിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ടീച്ചേഴ്സിനോട് ഡെഫിനറ്റ്ലി. അത് എനിക്ക് തോന്നുന്നത് ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അതൊക്കെ തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് അത് ആ ടൈമിൽ ഒരു ബെസ്റ്റ് ടീച്ചർ ഉണ്ടാവും പഠിപ്പിക്കുന്നതിലും കാണാൻ സൗന്ദര്യമുള്ള. അത് നമ്മളൊരു മോശം സെൻസിലല്ല കേട്ടോ, എന്ന് വെച്ചാൽ നമുക്കൊരു അടിപൊളി ടീച്ചർ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സെൻസിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ടീച്ചറിന്റെ അറ്റൻഷൻ കിട്ടാൻ ഹലോ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്ന എത്തിയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അന്ന് എനിക്കൊന്ന് സെക്ഷൽ ഫാന്റസി ആയിരുന്നു സീരിയസ്ലി. എന്താ വെച്ചാൽ ഇപ്പം കോളേജ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ ഒരു സെക്ഷൽ ഇതായിട്ടൊക്കെ വരുന്നത്, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇവരോടൊക്കെ ആ കാലഘട്ടം അതാണ്, എല്ലാം തുറന്നു പറയുന്നതാണ്. ആ ഒരു കാലഘട്ടം നമ്മുടെ ചിന്താഗതിയും അന്ന് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സെക്ഷൽ ഫാന്റസിയാണ് അന്ന് വരുന്നത്. അതെ 100%. അതിൽ തെറ്റ് പറയാനില്ല ബ്രോ. കാരണം മൈത്രനൊക്കെ പറയുന്ന പോലെ സെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒളിച്ചും മറ്റിങ്ങനെ രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതൊക്കെ ഇങ്ങനെ ഒരു അല്പമൊക്കെ കളർഫുൾ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ടെംപ്റ്റേഷൻ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ? അത് മാത്രമല്ല അന്ന് തിയേറ്ററിൽ സിനിമ എന്റെ ട്യൂഷൻ ടീച്ചർ മൈ ടീച്ചർ എന്നൊക്കെ പറയുന്ന സിനിമകളുണ്ടായിരുന്നു ഇംഗ്ലീഷ്. ഇത് പറയുന്നു ഇപ്പൊ ഞാൻ പറയണത് ഇടയ്ക്ക് ഒരു 5 വർഷം മുമ്പ് വരെ ഇറങ്ങിയ സിനിമകൾ നമ്മൾ ഇടയ്ക്ക് വന്ന് TV ഒക്കെ എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഐറ്റം ഡാൻസ് ഒക്കെ ഇട്ട് കാണിക്കുന്നത് ഇതൊക്കെ തിയേറ്ററിലിരുന്ന് കൈയടിച്ച് എൻജോയ് ചെയ്തിരുന്ന പ്രേക്ഷകരാണ് നമ്മൾ. നമ്മളാണ് ഇന്നിപ്പോൾ പറയുന്നത് ഇങ്ങനെയുള്ള വൾഗാരിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാധനമുണ്ട് അല്ലേ? 100%. അതുപോലെ തന്നെ പിന്നെ അതായത് നിങ്ങളിപ്പം ഒരു ക്രഷ് എന്ന് തോന്നിയ ഒരു ഇത് അത് പൊതുവേ അത് എപ്പോഴും തോന്നാറുണ്ടോ? കല്യാണം കഴിച്ചു നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം തോന്നാറുണ്ടോ അങ്ങനെ? കല്യാണം കഴിച്ചതിന് ശേഷമുള്ള വ്യത്യാസം എന്ന് പറയുമ്പം ആരെയും പർപ്പസ്ഫുള്ളി അങ്ങനെ നമ്മൾ എഫേർട്ട് ഇട്ട് ചിന്തിക്കാറില്ല. പക്ഷേ ചില പേഴ്സണാലിറ്റീസ് നമ്മുടെ ലൈഫിൽ ഒരു ഭാഗമാവേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വെച്ചോ. ഇപ്പോൾ വർക്ക് പ്ലേസിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ റെഗുലറായി കാണേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരാളോട് ചിലപ്പോൾ ക്രഷ് തോന്നിയിരിക്കാം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മളായിട്ട് ഒരു റാൻഡം കൂടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? കൂടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴൊക്കെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റേ സമ്മർ വന്നു കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് പുറത്തിരുന്നിട്ട് ഈ പെൺപിള്ളേരുടെ സൗന്ദര്യം കാണുക എന്ന് പറയുന്നതിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഐ ബിലീവ് എല്ലാവരും അത് ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടുന്ന അവർ നടക്കുന്നതും എല്ലാവരും കണ്ടോട്ടെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന സൗന്ദര്യം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ത് കാര്യമാണെങ്കിലും അത് ആസ്വദിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും അല്ലേ? അത് പിന്നെ അത് അവര് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന സൗന്ദര്യമായിട്ട് അവര് എന്തിനാണ് മേക്കപ്പ് ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് നടക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ഇറ്റ്സ് എ പാർട്ട് ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. ഇതല്ല എന്ന് പറഞ്ഞാലും ഞാൻ എന്നെ നന്നായി കാണിക്കാൻ വേണ്ടി ഒബിയസ്ലി നിങ്ങളെ നന്നായി കാണിക്കാൻ വെക്കുന്നു, കൂട്ടത്തിൽ ഞങ്ങൾ നോക്കുന്നു എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്. അല്ല ഞാൻ ചോദിച്ചിട്ടില്ലേ ബ്രോ, നമ്മുടെ ഈ ആൻഡ്രൂ ടേറ്റ് ഒക്കെ പറയണ പോലെ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ മാത്രം ഇംപ്രസ് ചെയ്യാനാണെങ്കിൽ വീട്ടിൽ മേക്കപ്പ് ഇട്ട് ഷോർട്ട്സ് ഇട്ട് ഇരുന്നാൽ പോരെ. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഔട്ട്സൈഡ് വരുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും അട്രാക്ട് ആവണം. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് മനസ്സിലായത് ഇപ്പോൾ UK ഏറ്റവും വലിയ പ്രത്യേകത ഇവരെല്ലാവരും ഇപ്പോൾ സ്ത്രീകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഭയങ്കര അട്രാക്ട് ചെയ്യാൻ വേണ്ടി അത് വളരെ നല്ല കളർഫുൾ ആയിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ വളരെ ഇതായിട്ടാണ് എന്താ പറയുക മൊത്തത്തിൽ അവരൊരു സൗന്ദര്യ സങ്കല്പം നോക്കി നടക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ മറ്റേ ഈ ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 16 സൈസ് വരെയൊക്കെയാണ് ലേഡീസിനെ ഞാൻ പൊതുവെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. അതായത് ഈ മറ്റേ ഈ എന്താ പറയുക ലാർജ് അതിനങ്ങോട്ടുള്ളതൊക്കെ വളരെ ഫാഷൻ വൈസ് വളരെ കുറവ് സാധനങ്ങളെ കാണും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു കൺസെപ്റ്റിലേ അത് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇന്ന നല്ല മോഡൽസ് ട്രൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പല സാധനങ്ങളുണ്ട്. അതിനൊക്കെ റീസൺസ് ഉണ്ട് ബ്രോ. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സത്യവും കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇതിനകത്ത് വേറെ രസം ഞാനൊക്കെ ജനിച്ചോളുന്ന കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ മാദക സുന്ദരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പറഞ്ഞാൽ നല്ല തടിച്ച് സൗന്ദര്യം അങ്ങനത്തെ ആ ഒരു സുന്ദരിമാരെയാണ് സിനിമയിലൊക്കെ പോർട്രേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അന്ന് മാദക സൗന്ദര്യം ഇല്ലെങ്കിൽ സിനിമയിലൊന്നും നിങ്ങൾ അഭിനയിക്കാനേ പറ്റാത്ത കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഒരു സംശയമുണ്ട്. ഇന്നിപ്പോൾ ഉള്ള നടിമാരെ വെച്ച് നോക്കി നോക്ക്, ആ പറഞ്ഞ അതേ മാദക സൗന്ദര്യമാരൊക്കെ ഔട്ട് ഓഫ് ഇതായിപ്പോയി. ദാറ്റ്സ് എ റിയാലിറ്റി. കാരണം ഇന്നത്തെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇത് ഈ പറഞ്ഞ പോലെ അന്ന് തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ രക്ഷപ്പെട്ടു പോയവരാണ്. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെല്ല പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനകത്ത് സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബേസിക്കലി പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ സൗന്ദര്യ സങ്കല്പം ഡിഫറെന്റ് ആണ്. ചിലർക്ക് പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പം ഈ പറയുന്ന പോലെ എല്ലാവരും മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ആണുങ്ങളെല്ലാം എന്ത് ചെയ്യും അല്ലേ എന്ന് പറയുന്ന പോലെ ഒരു തീർച്ചയായിട്ടും. അല്ല അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാം. എനിക്ക് ക്രഷ് തോന്നുന്ന പൊതുവെ പ്രായം കൂടുതലുള്ളവരോടാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു സാധനമുണ്ട്. ചിലർക്ക് പ്രായം കുറഞ്ഞവരോടായിരിക്കും ഭയങ്കര താല്പര്യം എന്ന് പറയുന്ന പോലെ
ഓരോരുത്തർക്കും ഓരോരോരോ ചോയ്സുകളാണ് അല്ലേ? അപ്പം അത് ബ്രോയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ബ്രോയ്ക്ക് എന്താണ് പ്രായം കൂടി അങ്ങനെയുള്ള ഉണ്ടോ? അങ്ങനെ നമുക്ക് ഈ setup ചോദ്യം ഇവിടെ cut ചെയ്യാം. ഇല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രായം കൂടി പ്രായം കുറഞ്ഞു അങ്ങനെ ഞാൻ പൊതുവേ അങ്ങനത്തെ ഇത് നോക്കിയിരുന്നു. ക്രഷ് എന്ന് പറയുന്നത് അല്ലാതെ വരേണ്ടതാണ്. ഇപ്പം എനിക്ക് ഞാൻ ഓർമ്മയുണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെ ക്രഷ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചില ക്രഷ് എന്ന് പറയുന്നത് പലപ്പോഴും അത് വരുന്നത് ഒരു വളരെ ഇൻറ്റൻസ് ഫീലിംഗ് ആണ്. അത് പലപ്പോഴും എനിക്ക് വളരെ റെയറായിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. മേ ബി എനിക്കറിയില്ല, ചിലപ്പോൾ നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്കും പല സെൻസാണ്. അപ്പോൾ ഈ ക്രഷ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് ഫീലിംഗ് വരണമെങ്കിൽ പലപ്പോഴും നമുക്ക് അത്രയേറെ ഒരു എന്തോ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടായിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് വന്ന ജീവിതത്തിൽ വളരെ കുറച്ച് വന്നിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇത് എനിക്ക് അങ്ങനെ ഇന്നത് പ്രായം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ക്യാരക്ടർ, അല്ലെങ്കിൽ അവർ പോർട്രേ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻസി, അവർ പോർട്രേ ചെയ്യുന്ന അവരുടെ ഒരു ബിഹേവിയർ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം വരും. ആ ഒരു ഇതാണ്. അപ്പൊ ഇന്നതാണെന്ന് പറയാൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിലും ഞാൻ ഉദ്ദേശിച്ചതാണ്. അതിപ്പോ ചിലപ്പോൾ 60 വയസ്സുള്ള ആൾക്കാരാണെങ്കിലും ചിലപ്പം ഇല്ലേ അവരുടെ ആ ഒരു അതൊക്കെ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് രണ്ടുപേര് തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഒരു കണക്ഷൻ, എന്തോ ഒരു എനർജി പാസിംഗ് ആണ്. ഡെഫിനറ്റ്ലി ദർ ഇസ് ആൻ എനർജി ദർ. അപ്പൊ ആ എനർജി പാസ് ചെയ്യാനുള്ള എന്തൊക്കെയോ എലമെന്റ്സ് രണ്ടുപേര് തമ്മിലുണ്ടെങ്കിൽ ഐ തിങ്ക് അതിനകത്ത് ഏജോ പിന്നെ ബാക്കി സാധനങ്ങളോ ഒന്നും പ്രശ്നമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അല്ല, അതാ ഞാൻ പറഞ്ഞു തന്നെ ബ്രോ. അതായത് എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരെയും നോക്കി വരുമ്പോൾ ആക്ച്വലി അതൊരു സെക്ഷൽ ഇതാണോ ഇപ്പൊ ബ്രോ ഇത് പറഞ്ഞുകൊണ്ട് ഇല്ല, അതാ ഞാൻ പറഞ്ഞത് പലരെയും ഇല്ല ഒരിക്കലും ഇല്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ അതായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലായത് പലപ്പോഴും അട്രാക്ഷൻ, ക്രഷ് അല്ലെങ്കിൽ ഇത് തോന്നിയിട്ടുള്ളത് പ്രായം കൂടുതലുള്ളവരോടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നതല്ല. മനസ്സിലായില്ല? നാച്ചുറലി സംഭവിക്കുമ്പോൾ നോക്കുമ്പോൾ ഇവര് നമുക്ക് പ്രായമുള്ള ആളാണല്ലോ എന്നുള്ളൊരു സാധനം തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഒരു മേ ബി ചിലപ്പോൾ എവിടെയോ ആർക്കറിയില്ല, നമ്മളെല്ലാം വളർന്നു വന്നതിന്റെ അല്ലേ കാലഘട്ടവും സമയവും അത് ഇതൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും എനിവേ നമ്മള് പിന്നെ ക്രഷിനെ കുറിച്ചൊക്കെ ഇത്രയൊക്കെ കൂടുതൽ പറഞ്ഞാൽ എന്നെ വീട്ടിൽ ക്രഷ് ചെയ്യും, നാട്ടിൽ പോകുമ്പോൾ ക്രഷ് ചെയ്യും. ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, നിങ്ങളുടെ ക്രഷുകളോ ഇൻട്രസ്റ്റിംഗ് ക്രഷ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതെ, അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ എവിടെയും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എന്നും നല്ല നല്ല കണ്ടന്റ്സ്, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഉണ്ടാകുന്ന കണ്ടന്റ്സ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ടൈ അപ്പ് ടുഗദർ ഫോർ എ fun podcast for today.